ഹായ്, ഇന്ന് നമ്മൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ദം പൊറോട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, ഇതിപ്പോൾ എല്ലാവരും ട്രെൻഡിങ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. നല്ല ടേസ്റ്റിയാണ്, മാത്രമല്ല പുതുമയുള്ള എന്തും നമ്മൾ പെട്ടെന്ന് തന്നെ അക്സെപ്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ പൊറോട്ട, ചിക്കൻ, ബീഫ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് മൺചട്ടിയിൽ ദമ്മിട്ടെടുക്കുന്നൊരു സംഭവമാണ്. നമുക്ക് കാണുമ്പോഴേ അറിയാം വ്യത്യസ്തമായ ഒരു സംഭവമാണെന്ന്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. നല്ല കിഡിലൻ ഒരു റെസിപ്പിയാണ്. 3 റെസിപ്പി ഞാൻ ഇതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് വേണ്ടിയിട്ട് പൊറോട്ട ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കാം, പക്ഷേ പൊറോട്ട ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്കും വീട്ടിൽ തന്നെ നല്ല പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം. മുട്ടയോ പാലോ ഒന്നും ചേർക്കാതെ തന്നെ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊറോട്ട നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. കുട്ടികളൊക്കെ പൊറോട്ട വേണമെന്ന് പറയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അതിലേക്ക് പിന്നെ ഞാൻ മുളക് ചുട്ടൊരു ചിക്കൻ കറി ചെയ്തിട്ടുണ്ട്. നമ്മൾ വറ്റൽ മുളക് ചുട്ട് പൊടിച്ചിട്ട് അത് ചേർത്തൊരു അടിപൊളി ചിക്കൻ കറി ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒരു നാടൻ കറിയാണ്, നല്ല ടേസ്റ്റിയാണ്, ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. നമ്മൾ മുളക് പൊടിക്ക് പകരം മുളക് അടുപ്പിൽ, ഇപ്പം ഞാൻ ഗ്യാസിലാണ് ചെയ്തത്, ചുട്ട് ഉണ്ടാക്കിയതാണെന്ന് മാത്രം. പിന്നെ ചെയ്തത് ബീഫാണ്, കുട്ടനാടൻ ബീഫ് റോസ്റ്റ്. ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് സമയം കൂടുതൽ വേണം. 2-3 സ്പെഷ്യൽ പ്രോസസ്സ് ഉണ്ട്. എന്നാൽ പോലും നല്ല, നമുക്ക് കാണുമ്പോഴേ അറിയാം, ബീഫ് നല്ല ബ്ലാക്ക് കളറായിട്ടിരിക്കുന്നത് കാണുമ്പോഴേ അറിയാം നല്ല ടേസ്റ്റിയാണെന്ന്. ആ 3ഉം റെഡിയായി. 3ൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒരു മൺചട്ടി എടുത്തു. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമ്മൾ ദം ചെയ്യുന്നതിന് മുമ്പേ ആയിട്ട് കുറച്ച് മതി, 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു. അതിലേക്ക് ഞാനൊരു വാഴയില വാട്ടിയത് വെച്ചിട്ടുണ്ട്. വാട്ടണം നിർബന്ധമൊന്നുമില്ല, വെറുതെ വെച്ചാലും മതി. ഞാൻ 2 പൊറോട്ടയാണ് ഫസ്റ്റ് തന്നെ വെച്ച് കൊടുക്കുന്നത്. 2 എണ്ണം ഉണ്ടത്. അതിലേക്ക് പിന്നെ നമ്മൾ കുറച്ച് ഗ്രേവി ഒഴിച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ വറ്റൽമുളക് ചുട്ടിട്ട് കറി വെച്ചു എന്ന്, അത് ഇട്ട് കൊടുക്കുക. കുറച്ചങ്ങ് ഒഴിച്ചു കൊടുക്കുക. എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. കറി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഒഴിക്കാം, നന്നായിട്ട് കുതിർന്ന് കിട്ടാൻ. ഒരു പുഴുങ്ങിയ മുട്ട വെച്ചു. നെയ്യിൽ വറുത്തതാണ് അണ്ടിപ്പരിപ്പ്. ഇതിൻ്റെ കൂടെ സവാളയൊക്കെ വേണമെങ്കിൽ വറുത്തിടാം. ഞാൻ അണ്ടിപ്പരിപ്പ് മാത്രമേ വറുത്തിട്ടുള്ളൂ. വീണ്ടും ഞാൻ 2 പൊറോട്ട തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. ടോട്ടൽ നമ്മൾ 5 പൊറോട്ട യൂസ് ചെയ്യുന്നുണ്ട് ഇതിൽ. പിന്നെ കുട്ടനാടൻ ബീഫ് റോസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. താഴെ ചിക്കൻ, മുകളിൽ ബീഫാണ്. കഴിക്കുമ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് എടുത്തങ്ങ് കഴിച്ചാൽ മതി. പിന്നെ ഒരു പുഴുങ്ങിയ മുട്ട കൂടി വെച്ച് കൊടുത്തു. ടോട്ടൽ 5 പൊറോട്ടയ്ക്ക് നമ്മൾ 2 മുട്ടയാണ് വെച്ച് കൊടുത്തത്. മുട്ട വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും കുറച്ച് അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെ കുറച്ച് മല്ലിച്ചപ്പ്, അണ്ടിപ്പരിപ്പ് മുന്തിരിയും വേണമെങ്കിൽ ചെയ്യാം. ഏറ്റവും മുകളിൽ ഞാൻ ഒറ്റ പൊറോട്ട മാത്രമേ വെച്ചിട്ടുള്ളൂ. അതും 2 എണ്ണം വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ ഞാൻ ഒരെണ്ണേ വെച്ചുള്ളൂ. വീണ്ടും ഞാൻ കുറച്ച് ഗ്രേവി കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ വിചാരിക്കും ഗ്രേവി വളരെ കുറച്ചേ ഒഴിക്കുന്നുള്ളൂ എന്ന്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഗ്രേവി കൂടുതൽ വേണം എന്നുള്ളവർക്ക് കൂടുതൽ ഒഴിച്ചു കൊടുക്കാം. എൻ്റെ കുറച്ച് തിക്ക് ഗ്രേവി ആയിരുന്നു, ഞാൻ വളരെ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. കൂടുതൽ വേണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അതിൻ്റെ കൂടെ കുറച്ച് മല്ലിച്ചപ്പ് കൂടി ഇട്ട് കൊടുത്ത് ഏറ്റവും മുകളിൽ. ഇനി ഞാൻ വാഴയില വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു കഷ്ണം വാട്ടിയതും ഒരു കഷ്ണം വാട്ടാത്തതുമാണ്. ഒരു കഷ്ണം വാട്ടി കഴിഞ്ഞപ്പോഴാണ് എനിക്ക്, വാട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം അതിൻ്റെ മുകളിൽ കിടന്നത് വാടിക്കോളും. നമ്മളിനി ദമ്മിടുമ്പോൾ അതിൻ്റെ മുകളിൽ കിടന്നത് വാടിക്കോളും. അതുകൊണ്ട് ഞാൻ ഒരു കഷ്ണം വാട്ടാതെയാണ് വെച്ചിട്ടുള്ളത്. അതിന് ശേഷം വലിയ വാഴയില വാട്ടിയിട്ട് അത് വെച്ചിട്ട് നമ്മളിത് അടച്ചെടുക്കണം. അടച്ചിട്ടാണ് ദമ്മിട്ടെടുക്കുക. വാഴയില ആദ്യം ഒന്ന് വാട്ടിയെടുക്കണം. ഞാനിപ്പോൾ നന്നായിട്ട് വാട്ടിയിട്ടുണ്ട്, കാരണം ഇങ്ങനെ കെട്ടാൻ വേണ്ടിയിട്ട്. കെട്ടാൻ സാധാരണ എല്ലാവരും വാഴയുടെ കയറോ അങ്ങനെയൊക്കെ ആണ് ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ എനിക്കത് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായത് കാരണം ഞാൻ ഒരു നൂല് വെച്ചിട്ടാണ് കെട്ടുന്നത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ എയർ ഒട്ടും പുറത്തേക്ക് പോവാത്ത രീതിയിൽ നല്ല ടൈറ്റാക്കി കെട്ടിയെടുക്കണം. വേറെ നമ്മൾ ഉള്ളിൽ വാഴയില വെച്ചിട്ടുണ്ട്, പിന്നെ വേറൊന്നും നമ്മൾ വെച്ചിട്ടില്ല. ഏറ്റവും താഴെയും വാഴയില വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 വാഴയിലയുടെയും ഇടയിൽ കിടന്നിട്ട് മൺചട്ടിയിൽ ദം ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലുമാണ്. നമ്മൾ പൊതിച്ചോറൊക്കെ കഴിക്കൂലേ, അതുപോലെയാണ്. ഇപ്പോൾ നല്ല ഭദ്രമായിട്ട് കെട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുകയാണ്. ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ. ഒരു
നമ്മളിപ്പോൾ വലിയ ചട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം കൊടുക്കേണ്ടി വരും. ഇത് പക്ഷേ ഒരുപാട് സമയമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ആദ്യം ചട്ടി ഒന്ന് ചൂടാവുന്ന വരെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇരുന്നോട്ടെ, പിന്നെ ലോ ഫ്ലെയിം ആക്കുക. 5 മിനിറ്റ് നേരം വെച്ചാൽ മതി. 5 മിനിറ്റ് നേരം വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. പക്ഷേ ഇത് തുറക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും കഴിയണം. ഫ്ലെയിം ഓഫാക്കി ഉടനെ നമ്മൾ തുറന്നാൽ കഴിക്കുകയൊക്കെ ചെയ്യുക. പക്ഷേ ഈ ഇലയുടെയൊക്കെ ആ ഒരു ടേസ്റ്റ് അതിലേക്ക് പിടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം. 1 മണിക്കൂറൊക്കെ വെച്ചാൽ ഏറ്റവും ബെറ്ററാണ്. പക്ഷേ നമ്മൾ ദമ്മിട്ടൊക്കെ കഴിയുമ്പോൾ നമുക്ക് തുറക്കാനൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ അരമണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, ഇലയൊക്കെ ഒന്ന് കളറ് മാറിയിട്ടുണ്ട്. അങ്ങനെ ആവി വന്നിട്ട് മുകളിൽ വെള്ളമൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഈ ഇല എടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ്. കാരണം ഈ കറിയിലും അതുപോലെ ബീഫിലൊക്കെ കിടന്ന്, പിന്നെ നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പ് ഇതിലെല്ലാം കിടന്ന് ഇതങ്ങ് കുതിർന്നു പോവും. പിന്നെ മല്ലിച്ചപ്പ് നമ്മൾ അകത്തിട്ട് കൊടുത്തത് എല്ലാത്തിൻ്റെ ഒരു സ്മെല്ല് അതിലേക്ക് പിടിച്ചിട്ടുണ്ടാവും. നല്ല അടിപൊളി ഒരു സംഭവമാണിത്. 5 പൊറോട്ടയും ചിക്കനും ബീഫും ഒക്കെ കൂടിയിട്ടാണ് ചെയ്യണത്. അപ്പോൾ 2-3 ആൾക്കാർക്ക്, ഓരോരുത്തരുടെയും കപ്പാസിറ്റി അനുസരിച്ച് 2-3 ആൾക്കാർക്ക് ഇരുന്ന് കഴിക്കാവുന്നതാണ്. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരും. താങ്ക് യു.